നമസ്കാരം, ഞാൻ അസ്ട്രോളജർ വേണു മഹാദേവ്. ജ്യോതിഷ കൈരളിയിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സുസ്വാഗതം. നിങ്ങൾ ഒരുപാട് സപ്പോർട്ട് ചെയ്യുകയും ഒരുപാട് അനുഗ്രഹം തരികയും ചെയ്തതിൻ്റെ ഒരു ഫലമായിട്ട് ധാരാളം എനിക്ക് കൺസൾട്ടിംഗ് ഉണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് കൊണ്ട് സബ്സ്ക്രിപ്ഷൻ കിട്ടുന്നുണ്ട്. ഇതെന്നും ഉണ്ടാവണം. ഒപ്പം തന്നെ എനിക്ക് പറയാനുള്ളത്, നമ്മൾ എല്ലാ കാര്യങ്ങളും പോസിറ്റീവായിട്ട് ചിന്തിക്കാവൂ. ഇതിനകത്ത് ഇപ്പോൾ നമ്മൾ ഇന്ന് ഇടവക്കൂറിൻ്റെ നിലവിലുള്ള ഫലമാണ് പറയുന്നത്. ഇത് പറയാൻ കാരണം, നമ്മുടെ ഈ വീഡിയോകൾ കണ്ടതിൽ ധാരാളം ആത്മമിത്രങ്ങൾ എന്നോട് ചോദിക്കാറുണ്ട്, സാറേ ഇതിനകത്ത് നമ്മുടെ നിലവിലുള്ളൊരവസ്ഥ, പൊതുവിൽ ഇപ്പോൾ മേടക്കൂറിന് വളരെ നല്ല സമയമെന്നാണല്ലോ പറയുന്നത്. അപ്പോൾ അത് അത്രയും ഗുണകരമായിട്ട് വരുമോ? ഞാൻ ധൈര്യമായിട്ട് പുതിയ ബിസിനസ് തുടങ്ങട്ടെ, അല്ലെങ്കിൽ പുതിയ ചില കാര്യങ്ങൾ സംരംഭങ്ങൾ തുടങ്ങട്ടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇവിടെ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നിലവിലുള്ളൊരവസ്ഥ എന്ന് പറയുമ്പം പൊതുവിലെല്ലാ അവരും പരിഗണിക്കുന്നത് ശനിയുടെ അവസ്ഥയാണ്. കാരണം ശനി 11ലേക്ക് വന്നുകൊണ്ട് കണ്ടകശനി മാറി ആശ്വാസമായി. പിന്നെ നമ്മളെ വ്യാഴൻ 2ൽ ധനസ്ഥാനത്ത് വന്നു. ഇതൊക്കെ നമ്മൾ പരിഗണിക്കുമ്പോഴും എനിക്ക് പറയാനുള്ളത്, നമ്മളതിൻ്റെ കൂടെ അതിൻ്റെ ഭാവാധിപത്യം, അതുപോലെ തന്നെ അതിൻ്റെ നമ്മുടെ ജാതകത്തിൽ ആ ഗ്രഹങ്ങൾ നിൽക്കുന്നതിൻ്റെ ബലമുള്ള ആളെ നമ്മളെ സഹായിക്കുകയുള്ളൂ, അല്ലാത്ത ആളെ സഹായിക്കില്ല. ദോഷമായിരുന്നാലും ശരി, ബലമുള്ള ആളെ കൂടുതൽ ദോഷം ചെയ്യുള്ളൂ, അല്ലാത്ത ആൾ വലിയ ദോഷം ചെയ്യത്തില്ല. ഇതെപ്പോഴും മനസ്സിലാക്കണം. അപ്പോൾ നമ്മൾ മേടക്കൂർ കഴിഞ്ഞു ഇടവക്കൂറിലേക്ക് വരുമ്പോൾ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പൊതുവിൽ കേൾക്കുന്ന എല്ലാവർക്കും നക്ഷത്രങ്ങൾ അറിയാം. അതുകൊണ്ടാണ് മേടക്കൂറിൻ്റെ ബാക്കിയായിട്ട് കാർത്തികയുടെ മുക്കാൽ, അതായത് കാർത്തിക 2, 3, 4 പാദങ്ങൾ, രോഹിണി, അത് കഴിഞ്ഞാൽ മകയിരത്തിൻ്റെ 1, 2 പാദങ്ങൾ ചേരുന്നതാണ് ഇടവക്കൂറെന്ന് നിങ്ങൾക്കെല്ലാം അറിയാം. സ്ഥിരമായിട്ടിപ്പോൾ ഇതൊക്കെ കാണുന്നതുകൊണ്ട് കുറേയൊക്കെ ജ്യോതിഷ കാര്യങ്ങൾ നിങ്ങൾക്കും അറിയാം. അപ്പോൾ ഇതിൽ നമ്മൾ ഇടവക്കൂറുകാരെ സംബന്ധിച്ച് പൊതുവിൽ സമയം വളരെ നല്ലതാണെന്ന് പറയുമ്പോഴും അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ 4ലേക്ക് ആര് വന്നു? കേതു വന്നു. അപ്പോൾ 4ൽ കേതു എന്ന് പറയുന്നത് ഒരു കണ്ടക സ്ഥാനമാണ്. കുടുംബപരമായ കാര്യങ്ങൾ വളരെ ശ്രദ്ധ വേണം. അതായത് പൂർവ്വ കുടുംബ സ്വത്തിലോ കാര്യങ്ങളിലോ ഒക്കെ തർക്കങ്ങൾ വരാം. കാരണം അവിടെ ചൊവ്വയും കൂടെയുണ്ട്. കുജവത് കേതു എന്നാണ്, അതായത് ചൊവ്വയെപ്പോലെ പരിഗണിക്കണം കേതുവിനെ എന്നാണ്. അങ്ങനെ വരുമ്പോൾ ചൊവ്വയുടെ ഡബിൾ ആക്ഷനാണ്. അപ്പോൾ കുടുംബ സ്വത്തുക്കൾ ഭാഗം വെച്ച് കിട്ടേണ്ടവർക്ക് ചിലപ്പോൾ അത് വരാം, അതിന് ചില തർക്കങ്ങളുണ്ടാവാം. പിന്നെ അതുപോലെ തന്നെ നമുക്ക് നിലവിൽ നിയമപരമായ സ്വത്തുപരമായ കാര്യങ്ങളുള്ള അല്ലെങ്കിൽ വസ്തുപരമായ കാര്യങ്ങളുള്ള നിയമപ്രശ്നങ്ങൾ പൊങ്ങി വരാൻ സാധ്യതയുണ്ട്. പഴയ കടന്ന പ്രശ്നങ്ങൾ പലതും ഇപ്പോൾ നമുക്ക് നയപരമായിട്ട് അതിൻ്റെ ഒരു നിയമപരമായിട്ട് അതിൻ്റെ ഒത്തുതീർപ്പിലെത്തിക്കാൻ സമയമാണ്. ഇതൊക്കെ നമ്മൾ ബുദ്ധിയും യുക്തിയും ഉപയോഗിച്ച് ചെയ്യണം. ഞാൻ എടുത്ത് പല വീഡിയോകളിലും പറയാറുണ്ട്, ജ്യോതിഷം എന്ന് പറയുന്നത് നമുക്കൊരു വഴികാട്ടി അല്ലെങ്കിൽ ഗൈഡ് ലൈൻ മാത്രമാണ്. ഗൈഡ് ലൈൻ എന്ന് പറഞ്ഞാൽ നമ്മളൊരു വഴിക്ക് യാത്ര പോകുന്ന വഴിയിൽ എവിടെയൊക്കെ വനങ്ങളുണ്ട്, വന്യജീവികളുണ്ട്, എവിടെയൊക്കെ കുഴിയുണ്ട്, കുണ്ടുണ്ട്, ഇതിനെപ്പറ്റി നമുക്കൊരു നിർദ്ദേശം തരുന്നൊരു ശാസ്ത്രമാണ് ജ്യോതിഷം. പക്ഷേ നമുക്ക് ഇന്ന സ്ഥലങ്ങളിൽ പ്രശ്നം ഉണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിന് അനുസരിച്ച് മുൻകൂർ അതിൻ്റെ ധൈര്യം സംഭരിച്ചും അതിനെ ഫേസ് ചെയ്യാനുള്ള നമ്മൾ ദൈവാധീനം വർദ്ധിപ്പിക്കാനും നമ്മുടെ ജീവിതത്തിൽ അത്തരം പ്രശ്നങ്ങൾ വരാതിരിക്കാനുമുള്ള മുൻകരുതലോടുകൂടി പോകാനാണ് യുക്തിയും ബുദ്ധിയും അപ്ലൈ ചെയ്യണം. നമ്മൾ ക്ഷേത്ര വഴിപാടുകളോ കുറച്ച് ജപവും ധ്യാനവും പിന്നെയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ദൈവാധീനം വർദ്ധിക്കും. അപ്പോഴും താമ്പാതി ദൈവം പാതിയാണ്. അതായത് ദൈവാധീനം ആ പ്രപഞ്ചശക്തി, ഈശ്വരശക്തി നമുക്ക് തരുന്നുണ്ട്. ബാക്കി നമ്മുടെ യുക്തിയും ബുദ്ധിയും, നമ്മുടെ വിൽ അവിടെ വർക്ക് ചെയ്യണം. ഇല്ലെങ്കിൽ അതിന് ദൈവത്തിനെയോ ജ്യോതിഷത്തിനെയോ ആരും കുറ്റം പറയരുത്. അപ്പോൾ നമ്മളിവിടെ ഇടവക്കൂറിൻ്റെ 2ൽ വ്യാഴമുണ്ട്. അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ ധനവും ഐശ്വര്യമൊക്കെ വരുന്ന സമയമാണ്. പക്ഷേ ആ വ്യാഴം നിങ്ങളുടെ അഷ്ടമാധിപത്യമുള്ള വ്യാഴമാണ്. 11 ഭാവാധിപത്യമുണ്ട്. അപ്പം അഷ്ടമാധിപത്യം വരുമ്പോൾ ആ വ്യാഴനെ കൊണ്ട് കഷ്ടതകളും വരാം. അതായത് നമുക്ക് നേർവഴിക്കല്ലാത്ത ധനവും നമ്മളിലേക്ക് വരാം. അവിടെയൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ആ ധനത്തെ നമ്മൾ ഭാവിയിലേക്ക് ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കണം. ഇല്ലെങ്കിൽ ഈ വരുന്ന ധനം നിലനിൽക്കത്തില്ല. ഇതൊക്കെ നമ്മൾ യുക്തിയും ബുദ്ധി ഉപയോഗിക്കേണ്ടതാണ്.
രണ്ടാമത്തേത് കർമ്മത്തിൽ നിങ്ങൾക്ക് ഒരു പുതിയ മാറ്റത്തിലേക്ക് ശ്രമിക്കാവുന്നൊരു സമയമാണ്. കാരണം ഇടവക്കൂറുകാരെ സംബന്ധിച്ച് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഗുണം ചെയ്യുന്നത് നിങ്ങളുടെ ജോലി, ബിസിനസ്, കലാകാരോ അല്ലെങ്കിൽ സാമൂഹ്യ പ്രവർത്തനമാണ്. നിങ്ങളെ സർവീസിൽ, പ്രൊഫഷണലിൽ നിങ്ങൾക്ക് അതിനകത്തൊരു ഉയർച്ച, പദവി അല്ലെങ്കിൽ സ്ഥാനമാനങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. അത് യുക്തിയും ബുദ്ധിയും ഉപയോഗിച്ച് നേടിയെടുക്കാൻ നിങ്ങളെടുക്കാണ്. ഇപ്പോൾ ഒരാളിന് ജാതകാൽ IAS കിട്ടാൻ യോഗമുണ്ട് എന്ന് കണ്ടിട്ട് ദൈവാധീനമുണ്ട്, ഭാഗ്യമുണ്ട്, പക്ഷേ ഞാൻ സർക്കാർ ജോലിക്ക് വേണ്ടി അപ്ലൈ ചെയ്യില്ല, എഴുതുന്നില്ല എന്ന് തീരുമാനിച്ചാൽ ആളിന് അത് കിട്ടത്തില്ല. അപ്പം ഭൂമിക്ക് ഭൂമിയുടേതായ ഒരു പ്രോട്ടോക്കോളുണ്ട്, അതനുസരിച്ച് നമ്മൾ മുന്നോട്ട് നീങ്ങണം. അവിടെ നമ്മൾ ദൈവം പാതി, അതായത് ഇപ്പോൾ ഒറ്റ കാര്യമുണ്ട്, ധനത്തിൻ്റെ കാര്യം തന്നെ എടുക്കൂ. ധനത്തിൽ നമ്മൾ പറയുന്നു നമുക്ക് ധാരാളം ധനം എന്ന് പറഞ്ഞാൽ ഒരു 1,00,000 രൂപ ലോട്ടറി അടിച്ച് കിട്ടണം. ഈ 1,00,000 രൂപ എന്ന് പറയുന്നത് ഈ കറൻസിക്ക് നമ്മളെ ഭൂമിയിലേ വിലയുള്ളൂ, ഭൂമി വിട്ടുള്ള മറ്റ് എവിടെയും ഇതിന് വിലയില്ല. അപ്പം ഈ കറൻസിക്ക് നമ്മൾ വില കൽപ്പിക്കുമ്പോൾ അത് ഭൂമിയുടേതായ തത്വത്തിനനുസരിച്ച് നമ്മൾ നിന്നാലേ പറ്റുള്ളൂ. അപ്പോൾ ഇതിനനുസരിച്ച് നമ്മൾ യുക്തിയും ബുദ്ധിയും കൂടെ ജീവിതത്തിൽ അപ്ലൈ ചെയ്യണം. നിങ്ങളുടെ ജന്മത്തിലാണിപ്പോൾ ശുക്രൻ നിൽക്കുന്നത്. ശുക്രൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ശരീരസുഖം, നിങ്ങൾക്ക് എന്താ പറയുക, ദാമ്പത്യ സുഖം, നിങ്ങളുടെ സുഖ അനുഭവങ്ങൾ, നല്ല ഭക്ഷണ സുഖം, ആഭരണങ്ങൾ, അങ്ങനെയുള്ള ഗിഫ്റ്റൊക്കെ കിട്ടാൻ യോഗമുള്ള സമയം, ഇങ്ങനെ നമുക്ക് നല്ല കാര്യങ്ങൾ വന്നെത്തുന്ന സമയമാണ്. അതേസമയം ആ ശുക്രൻ നിങ്ങളുടെ 6ാം ഭാവാധിപത്യം കൂടെ ഉണ്ട്, അതും കൂടെ ചിന്തിക്കണം. അപ്പം നമുക്ക് ശുക്രൻ ഗുണവും ചെയ്യും. ഒപ്പം 6 എന്ന് പറയണത് രോഗസ്ഥാനം അല്ലെങ്കിൽ ചതി വഞ്ചനയുടെ സ്ഥാനമാണ്. അപ്പോൾ നമുക്ക് ഈ ഇടവക്കൂറുകാർക്ക് സമയമെല്ലാം വളരെ നല്ലതാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഈ സമയത്ത് ഓൺലൈൻ വഴിയോ അല്ലെങ്കിൽ അല്ലാതെയൊക്കെ ധാരാളം പുതിയ സുഹൃത്തുക്കളെ കിട്ടും. ഈ സുഹൃത്തുക്കൾ വഴി നമ്മൾ ചതി വഞ്ചനകളിൽ പെടാതെ സൂക്ഷിക്കണം. ധനപരമായ കാര്യങ്ങളിലും അതുപോലെ തന്നെ ഓഹരി വിപണിയിലുമൊക്കെ പോയി നമ്മൾ അറിഞ്ഞുകൂടാതെ ഒന്നും ചെയ്യരുത്. അതൊക്കെ ധനപരമായ നഷ്ടം ഉണ്ടാക്കും. അതുപോലെ തന്നെ നമുക്ക്, അതായത് നമ്മൾ ജ്യോതിഷത്തിൽ ഇത്രേ എടുക്കാവൂ. നമുക്കൊരു സപ്തഗ്രഹങ്ങൾ 7 പേരുള്ളതിൽ ഒരു പകുതി പേര് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നതിന് പകുതി പേര് എപ്പോഴും നമുക്ക് കുറച്ച് പ്രശ്നം ഉണ്ടാക്കുന്നവരായിരിക്കും. നമ്മൾ ഈ നാടൻ ഭാഷയിൽ പറയും, അച്ഛൻ നന്നായപ്പോൾ മോൻ മോശമായെന്ന് പറയും എന്ന് പറഞ്ഞ പോലെ നമുക്ക് ഇതിനകത്ത് എപ്പോഴും ഒരു കുറച്ച് ഗ്രഹങ്ങൾ നമ്മളെ സപ്പോർട്ട് ചെയ്യുമ്പോൾ കുറച്ച് പേര് നമുക്ക് നെഗറ്റീവായിട്ട് നിൽക്കും. അപ്പോൾ എന്ത് ചെയ്യണം, ഇത് ബാലൻസ് ചെയ്ത് വേണം എപ്പോഴും ജീവിതത്തിൽ പോകാൻ. അപ്പോൾ അവിടെ നമ്മൾ ചെയ്യേണ്ടത്, ഏത് കാര്യങ്ങൾ തീരുമാനം എടുക്കുമ്പോൾ നമ്മൾ 5ാം ഭാവാധിപനായ ബുധൻ നിങ്ങൾക്ക് സഹായ സ്ഥാനത്തുള്ളതുകൊണ്ട് ഗുണം ചെയ്യും. അതാണ് കാരണം. എന്താ, ബുധൻ 3ലാണ് നിൽക്കുന്നത് ഇപ്പോൾ, മാത്രമല്ല ചന്ദ്രൻ്റെ വീട്ടിലാണ്. അപ്പം നിങ്ങളെ മനസ്സും ബുദ്ധിയും നന്നായിട്ട് നിൽക്കും, പ്രവർത്തിക്കും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്കത് ഗുണം ചെയ്യും. അതുകൊണ്ട് നിങ്ങൾ സാമ്പത്തിക കാര്യത്തിൽ മാത്രം നിങ്ങൾ ശ്രദ്ധിക്കണം. കാരണം സാമ്പത്തികം വരും, പക്ഷേ അത് നിലനിർത്തുന്നത് നിങ്ങളെ എടുക്കുകയാണ്. ഇങ്ങനെ നമ്മളെപ്പോഴും നിലവിലുള്ള അവസ്ഥ എങ്ങനെയാണെന്ന് പലരും ചോദിച്ചാൽ ഒറ്റ ഉത്തരമേ ഉള്ളൂ. നിലവിലുള്ള അവസ്ഥ നിങ്ങൾക്ക് ആവശ്യത്തിന് കാര്യങ്ങൾ നേടിയെടുക്കാനുള്ള സാഹചര്യങ്ങൾ, അനുകൂല സാഹചര്യങ്ങൾ ഗ്രഹങ്ങളും ഈശ്വരനും തന്നിട്ടുണ്ട്. അത് ഉപയോഗപ്പെടുത്തുന്നതും നഷ്ടപ്പെടുന്നതും നിങ്ങളെ എടുക്കുക. എന്ത് പറയുന്നു, ഇതാണ് നമ്മളെപ്പോഴും എടുക്കേണ്ടത്. കാരണം നമ്മളെപ്പോഴും ഒരു ജാതകത്തിലും ഈ ചാരവശാലുള്ള ഇപ്പോൾ ഫലം മാത്രമല്ല, നമ്മുടെ ജാതകാലം കൊണ്ട് നോക്കണം. അപ്പോൾ നമ്മളെ ജാതകാലം ഇപ്പം നമുക്ക് 2ൽ വ്യാഴം നിൽക്കുകയാണ്. ഇനിയിപ്പം ധനോഐശ്വര്യം വന്നങ്ങ് ചൊരിയുമെന്ന് വിചാരിച്ചിട്ട് കാര്യമില്ല. നിങ്ങളെ ജാതകത്തിൽ, സ്വന്തം ജാതകത്തിൽ വ്യാഴത്തിന് ബലമില്ലെങ്കിൽ, വ്യാഴം ബാല്യത്തിലാണോ, കൗമാരത്തിലാണോ, യൗവനത്തിലാണോ, വാർദ്ധക്യത്തിലാണോ, മരണത്തിലാണോ എന്നറിയണം. നിങ്ങളുടെ ജാതകത്തിൽ വ്യാഴം വാർദ്ധക്യാവസ്ഥയിൽ നിൽക്കുകയാണെങ്കിൽ ഒരു വൃദ്ധനായ വ്യാഴത്തിന് നിങ്ങളെ സഹായിക്കാനൊന്നും പറ്റില്ല. വ്യാഴത്തിന് എത്ര എൻഹാൻസ് ചെയ്താൽ അതിനൊരു ലിമിറ്റുണ്ട്. അപ്പോൾ ഇതെല്ലാം പരിഗണിച്ച് വേണം നമ്മൾ ജ്യോതിഷത്തെ ആശ്രയിക്കാൻ. ജ്യോതിഷ ഫലങ്ങൾ കൊണ്ട് നാളെ രാവിലെ നിങ്ങൾ, ഇനിയിപ്പോൾ സമയം നല്ലതാണ്, രാജയോഗം, ലോട്ടറി അടിച്ച് 5 കോടി രൂപ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുകയും ചെയ്യരുത്. നിങ്ങളുടെ അധ്വാനവും നിങ്ങളുടെ പ്രയത്നവും യുക്തിയും ബുദ്ധിയുമാണ് നിങ്ങളെ നയിക്കുന്നത്. താമ്പാതി ദൈവംപാതി എന്ന് പറഞ്ഞ കണക്ക് പകുതി നമ്മൾ ദൈവാധീനം, പ്രാർത്ഥന, ആ പോസിറ്റീവ് എനർജി പ്രപഞ്ചശക്തിയിൽ നിന്ന് ആർജിക്കുന്നതിലൂടെ നേടും. പകുതി നിങ്ങളുടെ കർമ്മത്തിൻ്റെ ബുദ്ധിയും, അതായത് ഒരു ജാതകം എപ്പോഴും വിജയിക്കണമെങ്കിൽ അതിനകത്ത് ബുധൻ അതുപോലെ തന്നെ അവരുടെ 5ാം ഭാവം നന്നായിരിക്കണം.
അതായത് വേണ്ട സമയത്ത് വേണ്ടതുപോലെ ചെയ്യാൻ കഴിയണം, ഇല്ലെങ്കിൽ വിജയിക്കില്ല. ഞാൻ ഇത്തരത്തിൽ തുറന്നു പറയുന്നുണ്ട്, ഒന്നും തോന്നരുത്. കാരണം നമ്മുടെ ജ്യോതിഷം കാണുന്ന പല ആൾക്കാരും വീഡിയോകൾ കണ്ടിട്ട് അവരുടെ ഒരു തെറ്റിദ്ധാരണയുണ്ട്, ഇനി എൻ്റെ സമയം നന്നായി, അല്ലെങ്കിൽ ഇനി ഞാൻ ഇന്നത് ചെയ്താൽ വിജയിക്കുമോ, ഇനിയെങ്കിലും ഞാൻ രക്ഷപ്പെടുമോ. ഒരിക്കലും ജ്യോതിഷമോ അല്ലെങ്കിൽ ഈശ്വരനോ അല്ല നമ്മളെ കാര്യങ്ങൾ തീരുമാനിക്കണം, നമ്മളാണ്. അതിനകത്ത് അവർക്ക് സപ്പോർട്ട് ചെയ്യാൻ മാത്രമേ പറ്റൂ. താൻ പാതി ദൈവം പാതി. ദൈവവും ശാസ്ത്രവും പകുതിയെ സപ്പോർട്ട് ചെയ്യുള്ളൂ, പകുതി നമ്മുടെ യുക്തിയും ബുദ്ധിയാണ്. ഇതെപ്പോഴും മനസ്സിൽ വയ്ക്കുക. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ നിങ്ങൾക്കിപ്പോൾ സമയം നല്ലതാണ്, അത് ഉപയോഗപ്പെടുത്തുന്നത് നിങ്ങളെ മിടുക്കാണ്. എന്തായാലും ഇടവക്കൂറുകാർക്ക് ഈ ഒരു വർഷം നിങ്ങൾ ഉപയോഗപ്പെടുത്തിയാൽ ജീവിതത്തിൽ ഫ്യൂച്ചറിലേക്ക് ഒരുപാട് ഗുണം ചെയ്യും. എല്ലാ അനുഗ്രഹങ്ങളും ഭഗവാൻ തരട്ടെ. ഈ വീഡിയോയുടെ താഴെ എൻ്റെ വാട്സപ്പ് നമ്പറുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾക്കുള്ള സംശയങ്ങളും അതുപോലെ കൺസൾട്ടിങ്ങിനും കോൺടാക്റ്റ് ചെയ്യാം. പക്ഷേ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാൻ ഞാൻ കോൾ അറ്റൻഡ് ചെയ്യില്ല. രണ്ടാമത്തത്, തീർച്ചയായിട്ടും ക്ഷമയോടെ കാത്തിരിക്കുന്നവർക്ക് മാത്രമേ എനിക്ക് കൺസൾട്ടിങ്ങിന് നോക്കാൻ പറ്റൂ. കാരണം ഞാൻ ഒരു ജാതകം നോക്കുന്ന 2-3 മണിക്കൂർ എടുത്താണ്. അപ്പം ഒരു ദിവസം 2-3 മണിക്കൂർ 2-3 ജാതകത്തിൽ കൂടുതൽ എനിക്ക് നോക്കാൻ കഴിയില്ല. കാരണം എൻ്റെയും പ്രായവും എൻ്റെ ഒരു അവസ്ഥയും അനുസരിച്ച് അങ്ങനെയേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ ക്ഷമയോടെ വെയിറ്റ് ചെയ്യുന്നവരാണെങ്കിൽ മാത്രം എനിക്ക് മെസ്സേജ് ഇട്ടാൽ മതി. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലതേ വരുള്ളൂ. നമുക്ക് തീർച്ചയായിട്ടും എല്ലാത്തിലും ആ പ്രപഞ്ചശക്തി നമ്മളെ സപ്പോർട്ട് ചെയ്യും. തീർച്ചയായിട്ടും നിങ്ങൾ പ്രാർത്ഥിക്കൂ. പ്രാർത്ഥനയും ധ്യാനവുമാണ് നിങ്ങളെ നയിക്കുന്നത്, നിങ്ങൾക്ക് ഗുണമുണ്ടാക്കുന്നത്, അല്ലാതെ മറ്റൊന്നുമല്ല. നിങ്ങളെ പ്രപഞ്ചശക്തി സഹായിക്കട്ടെ. ഹരേ കൃഷ്ണ. നന്നായി വരും.